കാസർഗോഡ് ബോവിക്കാനത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. യുവാവിനെ കെട്ടിയിട്ട് ആക്രമിച്ചതായാണ് പരാതി. കടമായി നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതെന്നാണ് പരാതി. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, സംസ്ഥാനത്ത് വീണ്ടും മറ്റൊരു ആൾക്കൂട്ട ആക്രമണം കൂടി ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള വിശദീകരണം? അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പോലീസ് ഈ സംഭവത്തിൽ പ്രാഥമികമായിട്ട് ചില പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ചില ആളുകളുടെ പേരിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ ബാലനടുക്കത്തെ മുഹമ്മദ് റഫീഖ് 25 വയസ്സുകാരനാണ്. ഇപ്പോൾ വലിയ മർദ്ദനം ഏറ്റിട്ടുണ്ട്. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മർദ്ദനത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ വലിയ തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിദഗ്ധ പരിശോധനയിൽ മനസ്സിലായതെന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. മണിക്കൂറുകളോളം നേരം കെട്ടിയിട്ട് മർദ്ദിച്ചു ഇവർ എന്നാണ് പറയുന്നത്. നേരത്തെ പ്രവാസിയായിരുന്ന ഈ റഫീഖ് വിദേശത്ത് ഒരു അഫ്രീദ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് ചില പണം ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയോടെ പറഞ്ഞ സമയത്ത് ഈ പണം തിരികെ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതാണ് വാക്കുതർക്കത്തിലേക്കും പിന്നീട് കെട്ടിക്കുന്നതിലേക്കും എത്തിയതെന്നാണ് പറയുന്നത്. മറ്റൊരാളവും ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ട ചില കേസുകളും റഫീഖിനുണ്ട്. മയക്കുമരുന്ന് ലഹരിയിലുള്ള റഫീഖിന്റെ ആക്രമണമാണ് ഇത്തരത്തിൽ വലിയ മർദ്ദനത്തിലേക്ക് എത്തിയതെന്ന ആക്ഷേപവും ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ് റഫീഖിന് ഏറ്റെടുക്കുന്നത് വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയെങ്കിലും പിന്നീട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് പരിയാരത്തേക്ക് ഇവിടുന്ന് റെഫർ ചെയ്തത്. എന്തായാലും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ലീഗിന്റെയും STUവിന്റെ ചില നേതാക്കളുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ബോവിക്കാനത്താട്ടാണ് ആൾക്കൂട്ട ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.